കാർഡ്ബോർഡ് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂടെ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ ആ പരാതി അങ്ങ് തീർത്തേക്കാം. ഇതെന്താണേലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കാർഡ്ബോർഡ് ഇഷ്ടംപോലെ വീട്ടിൽ കാണുമല്ലോ. ഈ കാർഡ്ബോർഡ് ബോക്സ് എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. ഇതൊരു വെറൈറ്റി കാർഡ്ബോർഡ് ആയതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നേ. ഇങ്ങനെ തന്നെ കാർഡ്ബോർഡ് വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഏത് ടൈപ്പ് കാർഡ്ബോർഡ് ബോക്സിൽ വേണേലും നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവേ. ഒരേ സൈസിൽ 2 ക്ലൗഡ്സ് വരച്ച് വെട്ടിയെടുക്കണേ. കുറച്ച് കട്ടിയിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2 പീസസ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് സൈസോ അളവോ കണക്കോ ഒന്നുമില്ല. പിന്നെ നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ എക്സ്ട്രാ 2 കുഞ്ഞു തട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇരിക്കട്ടെ, ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ. പിന്നെ ഒന്നുകൂടെ ഒന്ന് ക്യൂട്ടാക്കി എടുക്കാനായിട്ട് 2-3 കുഞ്ഞു ക്ലൗഡ്സ് നമ്മുടെ കാർഡ്ബോർഡിൽ തന്നെ കട്ട് ചെയ്ത് വെട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇപ്പൊ സ്കൂളൊക്കെ അടിച്ച് എല്ലാവരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തിരിക്കുമല്ലേ. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്ക്. സ്റ്റാർട്ടിങ്ങിൽ പിങ്കാണ് യൂസ് ചെയ്തെങ്കിലും കുറച്ചെങ്കിൽ എന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് കുറച്ചധികം പെയിന്റ് വേണ്ടി വരുമെന്ന്. വൈറ്റ് പെയിന്റിന്റെ വലിയ ബോട്ടിൽ ഉള്ളതുകൊണ്ട് അത് ഞാൻ 2 കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.